ഹല്ലേലൂയ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified today. സന്നദ്ധരായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, തൻ്റെ കുടുംബം, ദൈവസഭ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. I would like to declare my love and affection for all who are gathered here, especially the pastor and his family and the believers. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാട്ടിലായിരിക്കാൻ ദൈവം സഹായിച്ചു. Last 1 week I was able to go to India. പ്രത്യേകിച്ച് മാതാപിതാക്കളെ കാണുവാനും അവരോടൊപ്പം ചില സമയങ്ങൾ സ്പെൻഡ് ചെയ്യുവാനും ഒക്കെ കർത്താവ് അവസരമൊരുക്കുവാനിടയായി. God gave me the opportunity to spend a few moments of my time with my parents. പ്രത്യേകിച്ച് മാതാപിതാക്കളെ കാണുക, അവരോടൊപ്പം സ്നേഹം പങ്കുവെക്കുക, ദിവസങ്ങൾ ചെലവഴിക്കുക എന്നുള്ളത് പ്രവാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതായ നിമിഷങ്ങളാണ്. As someone who lives outside India, it is a great privilege to spend time and share love with our parents. പ്രത്യേകിച്ച് കർത്താവ് അങ്ങനെ അവസരം ഒരുക്കി, എല്ലാത്തിനും നന്ദി പറയുന്നു. I thank the Lord for giving me this opportunity. പ്രത്യേകിച്ച് ഇന്ന് വിശുദ്ധ പകൽക്കാലം നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തന ഭാഗം സങ്കീർത്തനം 41. Today as we are gathered here in the presence of the Lord, we are meditating on Psalm 41. നമുക്കറിയാം സങ്കീർത്തനത്തെ പല പുസ്തകങ്ങളായി തിരിച്ചിട്ടുണ്ട്. We know that the book of Psalms is divided into several volumes. തിരിച്ചിരിക്കുന്ന നമുക്കറിയാം അല്ലേ, എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങളെ? പറഞ്ഞേ, 5 തന്നെയാണോ? ഇതെനിക്ക് തെറ്റ് പറ്റിയോ? 50 തെറ്റ് പറ്റിയോ? പറഞ്ഞേട്ടാ. ഹലോ, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരാൾ പാസ്സാക്കും, രണ്ടാമത് അടുത്ത് എന്ത് ചെയ്യും? നമ്മളതിനെ കേട്ടില്ല, പിന്താങ്ങുക, സെക്കൻഡ് ചെയ്യാന്നൊക്കെ പറയും. So is anyone seconding that? പറഞ്ഞേ, സങ്കീർത്തനത്തെ എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? How many volumes is the book of Psalms divided into? സങ്കീർത്തനത്തെ അറിയാം, എത്ര സങ്കീർത്തനങ്ങളുണ്ട്? How many Psalms do we have in the book of Psalms? അതിന് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടോ ഇല്ലയോ? Does anyone doubt that? ഇല്ല. അപ്പം സങ്കീർത്തനത്തെ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ തന്നെ 5 പുസ്തകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. So as the man of God reminded us, the book of Psalms is divided into 5 volumes of books. എത്രയായിട്ടാ? How many? എല്ലാവരും പറഞ്ഞേ 5. പറഞ്ഞേ, മറക്കുകയല്ലോ അല്ലെ? അടുത്ത പ്രാവശ്യം ചോദിക്കുന്നതിനും പറയണം. ഓക്കെ, 5 പുസ്തകങ്ങളായിട്ട്. അപ്പം ഞാൻ ഇത് പറയാനുള്ള കാര്യം, 150 പുസ്തകങ്ങൾ ഉള്ളതിൽ അതിന് 5ആയിട്ട് തിരിച്ചേക്കുന്നതിൽ ആദ്യത്തെ ഭാഗം, അതായത് ഞാൻ പറഞ്ഞ 5ആയിട്ട് തിരിച്ചെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ആദ്യത്തെ ഭാഗം അവസാനിക്കുന്നത് ഏത് പുസ്തകത്തിലാ? So where does volume 1 end? 40 ആണോ? 41 ആണോ? Does it end at Psalm 41? 1 മുതൽ 41 വരെയുള്ള പുസ്തകങ്ങളാണ് ഒന്നാമത്തെ പുസ്തകം. So Psalms 1 to 41 forms book 1. നീ പറഞ്ഞ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞേ. So where does book 2 start from? അതങ്ങനെയാണല്ലോ. 41 നമ്മൾ അവസാനിക്കുന്നെങ്കിൽ ആരംഭിക്കുന്നത് 42. അതിന് സംശയമൊന്നുമില്ല. അപ്പൊ 42 ആരംഭിച്ച് So book 2 starts at Psalm 42. 72 എന്ത് ചെയ്യുക? Psalms number 72. പറഞ്ഞേ, എല്ലാവരും ചേർന്ന് പറഞ്ഞേ. Psalm 72. 72 പറഞ്ഞേ, ചേർന്ന് പറയണം. 72 പറഞ്ഞേ. Psalm 72. അപ്പൊ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. So where does book 2 end? 72 അവസാനിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഭാഗം ആരംഭിക്കുന്നത് എവിടുന്ന? So where does book 3 start from? സംശയമൊന്നുമില്ല, എനിക്കറിയാം, എല്ലാവരും പറയുന്നറിയാം. അങ്ങനെയാണെങ്കിൽ 73 അവസാനിക്കുന്നത് ഇതുവരെയും പറയാത്തവർ പറയണേ. ഇതുവരെ 89 കണ്ടുപിടിച്ചത്. Book 3 ends at Psalm 89. നമ്മുടെ ആൾക്കാർക്ക് എനിക്കറിയാം, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മാത്രമേ ഒരു ട്രബിൾ ഉള്ളൂ. എനിക്കറിയാം. അപ്പം 73 തുടങ്ങി 89 89ലാണ് അവസാനിക്കുന്നത്. So book 3 starts at 73 and ends at 89. അതിന് 4ാം പുസ്തകം ആരംഭിക്കുന്നത്? So where does book 4 start from? സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവസാനിക്കുന്നത്? Where does book 106. Book 4 ends at 106. എല്ലാവരും ചേർന്ന് പറഞ്ഞേ 106. പറഞ്ഞേ 106. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഭാഗം ആരംഭിക്കുന്നത് ഒരു സംശയമില്ല 100. അവസാനിക്കുന്നത് അറിയാമല്ലോ, ഈസി അല്ലേ? ഏതാ അവസാനിക്കുന്നത്? 150. അത് പറഞ്ഞില്ലെങ്കിൽ വടിയെടുക്കേണ്ടി വരും. ആകെപ്പാടെ നമുക്ക് എത്ര സങ്കീർത്തനമേ ഉള്ളൂ?
150 ഉള്ളൂ. അത് അവസാനത്തെ ഭാഗം അവസാനിക്കുന്നത് 150. So there are only 150 Psalms, so book 5 has to end at Psalm 150. ഓക്കെ, അപ്പം ഈ ഇത്രയും സങ്കീർത്തനം നമുക്കുള്ളതിൽ ആദ്യത്തെ ഭാഗം അവസാനിക്കുന്ന പുസ്തകമാണ്, അല്ല ആ ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. So we have just read from the Psalm that is the conclusion of book 1. നമ്മൾ വായിച്ചത് ഞാൻ ഓർപ്പിച്ചല്ലോ, 41-ാമത്തെ സങ്കീർത്തനമാണ്. So we have read from Psalm 41 today. അതിനൊരു ഹെഡിങ് ഉണ്ട്. It has a subtitle. നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ? Do you have it? നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ ഹെഡിങ്? Do you have the subtitle in your book? ഒരാൾ വായിച്ചാട്ടെ. To the chief musician, a psalm of David. ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് വളരെ വ്യക്തമാണ്. So we know who the author of the psalm is. പക്ഷെ ഇതിന്റെ സാഹചര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. But the circumstances in which this was written is not clear. തിയോളജിയൻസ് പല അഭിപ്രായംസും പറയുന്നുണ്ട്. Theologians are of many different schools of thought. പ്രത്യേകിച്ച് രോഗിയായ ദാവീദ്, ശത്രുക്കളെ കുറിച്ച് രോഗിയായിരിക്കുന്ന ദാവീദ് എഴുതിയ സങ്കീർത്തനമാണെന്നും ശത്രുക്കളെ പറ്റി ഭയപ്പെട്ടുകൊണ്ട് എഴുതിയ സങ്കീർത്തനമാണെന്നും അങ്ങനെ പല അഭിപ്രായങ്ങൾ ഈ സങ്കീർത്തനെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. So theologians are of many different schools of thought, some saying that this was written when David was ill and on a sick bed, and some saying that this was when he was chased by enemies. പ്രധാനമായിട്ട് തൻ്റെ കപട സ്നേഹിതന്മാരെ പറ്റി, അതായത് സ്നേഹിതന്മാരുണ്ടല്ലോ, അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദാവീദ് ചതിക്കപ്പെട്ട ചില സാഹചര്യങ്ങളുണ്ട്. ആ ചതിക്കപ്പെട്ട സാഹചര്യത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് എന്ന് വ്യക്തമായി ഓൾമോസ്റ്റ് എല്ലാ തിയോളജിയൻസും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. But one thing all theologians agree on is that this was written when David was betrayed by people whom he considered his friends. ഈ 41-ാമത്തെ സങ്കീർത്തനത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? So how many verses does Psalm 41 have? എല്ലാവരും ചേർന്ന് പറഞ്ഞേ. 13 വാക്യങ്ങളാണ് സങ്കീർത്തനം 41 അടങ്ങിയിരിക്കുന്നത്. So there are 13 verses in Psalm 41. അതിന്റെ ഒന്നാമത്തെ ഭാഗം പറയുന്നത്, Verse 1 says, നമ്മൾ എളിയവരെ ആദരിക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയാവും. ആ അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഒന്നാമത്തെ ഭാഗം പറയുന്നത്. Verse 1 tells us that when we consider the poor, then the Lord will honor us. ഒന്ന് പറഞ്ഞേ, ഞാൻ എന്തോ പറഞ്ഞതെന്ന്. So can someone repeat what I just said? എളിയവനെ ആദരിക്കുന്ന ഒരു ഭാഗ്യവാൻ അല്ലേ? Blessed is he that considers the poor. എളിയവരെ ആദരിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. The first point is when we bless and take into consideration those who we consider poor, then the Lord will honor us. അത് അതിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And this is given clearly in the first few verses. രണ്ടാമത്തെ ഭാഗം പറയുന്നത്, The second part says, വിശ്വസിച്ചവർ വിരോധികളാകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങളെ പറ്റിയാണ് രണ്ടാമത്തെ ഭാഗം കാണുവാൻ സാധിക്കുന്നത്. The second part talks about the sorrow that we go into when people whom we trusted betray us. ഞാൻ പറഞ്ഞു മനസ്സിലായോ രണ്ടാമത്തെ ഭാഗം? Did you understand part 2? ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. Can someone repeat? രണ്ടാമത്തെ ഭാഗം, വിശ്വസിച്ചവർ വിരോധികളാകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങളെ പറ്റി രണ്ടാമത്തെ ഭാഗം പറയുന്നു. So the second part talks about the pain that we go through when those whom we trusted turn into our enemies and oppose us. മൂന്നാമത്തെ ഭാഗം പറയുന്നത്, Part 3 says, ദൈവത്താൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ when we rise up in the Lord, നമുക്കുണ്ടാകുന്ന സന്തോഷത്തെ പറ്റിയാണ്. the happiness we will enjoy then. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് മൂന്നാമത്തെ ഭാഗം? Do you understand me about part 2? മൂന്നാമത്തെ പറഞ്ഞേ. Can someone say what I mentioned about part 3? ദൈവത്താൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെ അതിനെപ്പറ്റി അതിന് മൂന്നാമത്തെ ഭാഗം എന്ത് ചെയ്യുന്നു പറയുന്നു. When we rise up in the Lord, then we will enjoy much happiness. എനിക്കറിയാം എൻ്റെ കൂട്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും എന്ന്. എങ്കിൽ പോലും ഈ 3 പോയിന്റുകൾ ഒരാൾക്ക് ഒന്ന് വേഗത്തിൽ പറയാമോ? Can someone summarize the 3 points quickly? 41-ന്റെ 1. Yeah. 9. പിന്നെ 12-13. സ്വോത്രം. എങ്കിലും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പം നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. I understand that what I'm saying is being understood by all. എൻ്റെ ഒരു അധ്യാപകൻ പറയുമായിരുന്നു, അധികം പ്രസംഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഒരു കാര്യം പ്രസംഗിച്ചോളൂ, അവരെന്ത് ചെയ്യണം? പ്രസംഗിക്കുന്ന കാര്യം മനസ്സിലാകണം. ഇത് തന്നെയാണ്
ചില പ്രസംഗങ്ങളൊക്കെ ഞാനും കേൾക്കാറുണ്ട്, മണിക്കൂറുകളിൽ നമ്മൾ പ്രസംഗം കേൾക്കാറുണ്ട്, പക്ഷെ അവസാനം നമ്മൾ ചിന്തിക്കും ഇദ്ദേഹം എന്താണ്, അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് അധികം നമ്മൾ കേൾക്കുന്നതിലല്ല, പകരം കേൾക്കുന്ന കാര്യം മനസ്സിലാക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. One of my teachers used to tell me that even if I didn't preach for long, if whatever I preached was well understood by the audience, that was the most important thing. Sometimes we listen to hour-long preachings, but we fail to understand what the point is at the end of it. ഒരു സെക്ഷനിൽ ഞാൻ വെളിപ്പാട് പുസ്തകം, അദ്ദേഹം ഭയങ്കര ഐക്യമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഞാൻ തിയോളജി പഠിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് തൻ്റെതായ ഒരു രീതിയിൽ അതിശക്തമായ രീതിയിൽ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ട്. So I remember an incident when I was in Bible college, when someone taught from the book of Revelation. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ രീതി ആയതുകൊണ്ടാണോ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ടാണോ, അതോ അദ്ദേഹത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആധിക്യം കാരണമാണോ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് കാര്യമായിട്ടൊന്നും എന്ത് ചെയ്തില്ല, മനസ്സിലായില്ല. But I did not understand what he talked about the book of Revelation, perhaps because of the words he used, perhaps because how he presented it, perhaps because of the extent to which he had understood Revelation. ഞാൻ ഈ നമ്മുടെ മാനേജ്മെൻറ്റായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒറ്റ കാര്യം എനിക്ക് പറയാറുള്ളൂ, സംസാരിക്കുമ്പോൾ വളരെ എന്ത് ചെയ്യണം, സ്പീഡ് കുറച്ച് എന്ത് ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷുകാരനേക്കാളിലും വലിയ ഇംഗ്ലീഷുകാരാണെന്ന് കാണിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ സംസാര ശൈലികൾക്കൊക്കെ സ്പീഡ് കൂടുതലാണ്. ഒരു പ്രധാനപ്പെട്ട നമ്മളെപ്പറ്റി പറഞ്ഞൊരു കംപ്ലൈൻ്റ് ആണ്, നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഭയങ്കര അവർക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ സംസാരിക്കുന്നത് എന്തിനാണ് സംസാരിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്തിനാ? ഞാൻ പറയുന്ന എൻ്റെ ഭാഗം എന്ത് ചെയ്യുക, നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഞാൻ കേമനാണെന്ന് കാണിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അത് വകവെക്കത്തുമില്ല. നമ്മൾ പറയുന്ന കാര്യം അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു കായ തുടങ്ങി കായ അവസാനിക്കുക, കേട്ടിട്ടുണ്ടോ നിങ്ങൾ പ്രസംഗങ്ങൾ? കായ തുടങ്ങി അതായത് കായ അവസാനിപ്പിക്കും, ആയ തുടങ്ങി ആയ അവസാനം. അതൊക്കെ ഭയങ്കര പദസമ്പത്ത് വേണം, വൊക്കാബുലറി നമുക്ക് സ്റ്റോർ ചെയ്യണം. അത്രയ്ക്കൊന്നും ഐക്യം ഇല്ലാത്തത് കൊണ്ടും സാധാരണക്കാരനായതുകൊണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾ ഈ വിഷയം ഷെയർ ചെയ്യുന്നത്. So when we talk to people, we are often told to be clear and intelligible. The reason why we talk to people is that we can communicate an idea, and if that idea is not clear, then it is pointless. So some people used to talk in strict rhyming schemes, starting with the sound ka and ending in ka and so on, but that requires an extensive vocabulary, and this is not possible for most of us. ഒന്നാമതായി നമ്മൾ പറഞ്ഞ വിഷയം, ഫസ്റ്റ് പോയിന്റ് എന്തുവായിരുന്നു? So what is the first point that we mentioned? എളിയവനെ ആദരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ. So the first point was the blessing we receive when we consider the poor. വാക്യം 1 വായിച്ചാട്ടെ. Can we go to verse 1, please? Blessed is he who considers the poor, the Lord will deliver him in time of trouble. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നവരാണ്. Oftentimes we are engrossed in our own lives. അത് സത്യമാണോ? Is that true or not? എൻ്റെ കാര്യം, എൻ്റെ ഭാര്യയുടെ കാര്യം, നോർമലി പ്രത്യേകിച്ച് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണ്. We are often focused exclusively on our wife, our kids, our family and so on. അല്ല, നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ റയർ ആൾക്കാരാണെന്ന് ഞാൻ പറയും. എല്ലാവരും ഒരുപോലെ നമുക്ക് എണ്ണാൻ പറ്റത്തില്ലല്ലോ. If you disagree with me on this, I would say you are a rare specimen. നമ്മളെക്കുറിച്ച്, വിശ്വാസികളായ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എളിയവനെ ആദരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. But the one thing that the Lord desires of us is that we consider and honor the poor. സ്തോത്രം. ഞാൻ പറഞ്ഞ ഭാഗം മനസ്സിലായോ? Do you understand me? എളിയവനെ ആദരിച്ചാൽ ദൈവം നമ്മെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയാകും. If you consider and honor the poor, then the Lord will honor you. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? Do you understand? എളിയവനെ ആദരിച്ചാൽ ദൈവം നമ്മൾ എന്ത് ചെയ്യും? തെളിവെന്താ? 1, 2, 3 വാക്യം വായിച്ചാട്ടെ. Can we go to verses 1 to 3 where we see this being explained? ഒന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, എളിയവനെ ആദരിക്കുന്നവൻ. അപ്പം എളിയവനെ ആദരിച്ചാൽ നീ ആരായി മാറും? നീ ഭാഗ്യവാനാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. So the Holy Scripture tells us that if we consider and honor the poor, then you are a blessed man. നമ്മൾ അധികം ഒന്നും ചെയ്തില്ല. നമ്മൾ ചെയ്തത് എന്താ? എളിയവനെ നമ്മൾ എന്ത് ചെയ്തു?
ആദരിച്ചു. You haven't done much. You have considered and honored the poor. രണ്ടാമത്തെ വാക്യം അതിന്റെ ഒന്നാമത്തെ തന്നെ രണ്ടാമത്തെ ബി വായിച്ചാട്ടെ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. കണ്ടോ, നമ്മൾ അധികം ഒന്നും ചെയ്തില്ല അല്ലേ, വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉപദേശത്തിന്റെ ആഴങ്ങളിലേക്കൊന്നും ഇറങ്ങിയില്ല. വളരെ സിമ്പിളായ ഒരു കാര്യം എന്താ ചെയ്തത്? നമ്മൾ എളിയവനെ എന്ത് ചെയ്തു? ആദരിച്ചു. അത് മുഖാന്തരമായി അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ എന്ത് ചെയ്തു? വിടുവിച്ചു. Here we are reminded that for those who consider and honor the poor, the Lord will deliver him in time of trouble. You haven't gone in depth into the biblical doctrine or anything. You have done one simple thing, but yet the Lord will deliver you in time of trouble. ശ്രദ്ധിച്ചോണേ, നമ്മൾ ആഴങ്ങളിലേക്ക് ഇറങ്ങി വലിയ വലിയ ആത്മീയ സത്യങ്ങൾ പലപ്പോഴും നമ്മൾ അന്വേഷിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ലഘുവായ മാനുഷികമായി നമ്മൾ ചെയ്യേണ്ട കരുണ, സ്നേഹം, എന്താണ് വിശ്വസ്തത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Even as we are hunting for profound biblical truths and doctrines, we often forget the very simple things such as mercy and compassion. ശ്രദ്ധിച്ചോണേ, അവിടെ പറയുക, അടുത്തത് പറയുക, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. The Lord will preserve him and keep him alive. കണ്ടോ, ഒരു വിശ്വാസി കാണിക്കുന്ന ഒരു കമ്പാഷൻ അല്ലേ, ഒരു എളിയവനോട് തോന്നുന്നതായ ഒരു ആദരവ് ദൈവം അവനെ എത്രമാത്രം ഉയരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. So when a believer takes into consideration the poor around him and shows compassion to him, then the Lord will raise him up. അടുത്ത ഭാഗം വായിച്ചാട്ടെ. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. He'll be blessed on the earth. ഹല്ലേലൂയ. നല്ലച്ചു നോക്കിയേ, നമ്മൾ തിരക്കുന്ന ഭാഗ്യ അവസ്ഥകളൊക്കെ ഡിഫറെന്റ് ആണ്. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഭാഗ്യാവസ്ഥകൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. എന്നാൽ കർത്താവ് പറയുക, നീ എളിയവനായൊരു മനുഷ്യനോട് നിനക്ക് ഒരു ദയവ് തോന്നുമ്പോൾ, ഒരു ആദരവ് തോന്നുമ്പോൾ, കർത്താവ് പറയുക, നമ്മൾ വായിച്ച വാക്യം എന്താ പറയുന്നത്? അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. So when we consider the poor, when we take him into consideration and honor him, then the Lord will preserve him and keep him alive, and he'll be blessed on the earth. അത് അടുത്തത് പറയുകയാണ്, അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. മനുഷ്യന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന്, പിശാചിന്റെ ഇഷ്ടത്തിന് ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. The Lord will not deliver such a person to the will of his enemies or to the will of Satan. Hallelujah. Hallelujah. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അവിടെ അന്യഭാഷ വ്യാഖ്യാനിച്ചെന്നോ മറ്റു കാര്യങ്ങൾ ചെയ്തതൊന്നുമല്ല പറയുന്നത്. അതെല്ലാം വേണ്ടതാണ്, വിശ്വാസ ജീവിതത്തിലെ ഭാഗങ്ങളാണ്. നമ്മൾ ഇന്ന് ഈ വിഷയം സംസാരിക്കുന്നത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കുക, എളിയവനെ ആദരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. കർത്താവ് പറയുക, അവസാനം നമ്മൾ വായിച്ചത്, അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് ദൈവം നമ്മെ ഒരിക്കലും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. Here the Lord is not talking about doing any lofty things like interpretation of tongues, but rather he's talking about something simple as considering and honoring the poor, and the Lord promises that such a person will not be delivered into the will of his enemies. Hallelujah. 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 ജോസഫിനെ എന്താണ് സഹോദരങ്ങൾ കൊന്നുകളയുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ ആ പദ്ധതിയെ ദൈവം എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്യുവാനിടയായി തീർന്നു. When the brethren of Joseph decided to murder him, the Lord stepped in and cancelled all such plans. Praise the Lord. മനുഷ്യന്റെ വിരോധവും മനുഷ്യന്റെ ടെക്നിക്സും മനുഷ്യന്റെ ദുരുപായങ്ങളുമെല്ലാം എന്റെ ദൈവം എന്ത് ചെയ്തറിയാമോ? നിനക്ക് വേണ്ടി ക്യാൻസൽ ചെയ്യുന്ന ഒരു ദൈവമാണ്. When people plot around you, when people consider crafty things to do to you, then the Lord will step in and he will destroy those plots. ദാനിയേലിന് വേണ്ടി രേഖ എഴുതിയത് നമുക്കറിയാം അല്ലേ? നമുക്ക് ചരിത്രങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എന്റെ ദൈവം എന്ത് ചെയ്തു? ആ രേഖയെ ക്യാൻസൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. We know that many people plotted against Daniel and wrote a rule against him, but the Lord stepped in and cancelled the rule that was made against him. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ വിശ്വസ്തയോടെ നിന്നാൽ നിനക്കെതിരെ ഏത് മനുഷ്യൻ നിരൂപിച്ചാലും
ടെക്നിക്കുകൾ ഉപയോഗിച്ചാലും ഇല്ലാതാക്കുവാൻ പ്ലാനുകൾ ഒരുക്കിയാലും എത്ര വലിയ പിശാച് ശ്രമിച്ചാലും ദൈവം അതിനെ ക്യാൻസൽ ചെയ്യുവാനൊക്കെ വേണം ഇടയായി തീരും. So today, if people are plotting against you, if they are working craftily against you, if you stand with faith to the Lord, then He will step in and destroy those plots. അടുത്ത പറയാണ്, യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ഇവിടെ രോഗം വരത്തില്ലെന്നല്ല, ശ്രദ്ധിച്ചോണം, ദൈവം അവനെ രോഗശയ്യയിൽ എന്ത് ചെയ്യുന്നറിയാമോ, താങ്ങുവാന്നൊക്കെ വേണം ഇടയായി തീരും. Here we are told that the Lord will strengthen him on his bed of illness. It does not say that he will get an exemption from illness, but rather that the Lord will strengthen him even as he is healed. അടുത്ത വാക്യം പറഞ്ഞാട്ടെ, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. മതി. ദീനത്തിൽ എന്ത് ചെയ്യുന്നു, അവന് രോഗശാന്തി കൊടുത്ത് ദൈവം അവനെ എഴുന്നേൽപ്പിക്കുന്ന പറഞ്ഞേക്കുന്നത്. When he is on a sick bed, the Lord will give him his divine healing and strengthen him. സ്തോത്രം. ശ്രദ്ധിച്ചോണേ, ആ നല്ല ശമര്യക്കാരനെ പോലെ ഒരു അല്പം കമ്പാഷൻ തോന്നിയാൽ മതി നമ്മുടെ ജീവിതത്തിൽ. So the only thing that the Lord asks of you is that you show compassion, you show the same compassion as the Good Samaritan did. വന്നവരെല്ലാം കണ്ടു, അവരെല്ലാം പുരോഹിതന്മാരുണ്ടായിരുന്നു, സമൂഹത്തിൽ ഉന്നത നിലവാരമുള്ളവരുണ്ടായിരുന്നു, എല്ലാം വന്നു കണ്ടു പോയി. പലർക്കും ആഗ്രഹമുണ്ടായിരുന്നു സഹായിച്ചാൽ കൊള്ളാമെന്ന്, പക്ഷെ സാഹചര്യങ്ങൾ എന്ത് ചെയ്തില്ല, അനുവദിച്ചു കൊടുത്തില്ല. എന്നാൽ അതിലെ വന്നൊരു ശമരിയക്കാരൻ ആ മനുഷ്യര് വേണ്ടതെല്ലാം ചെയ്ത് അദ്ദേഹത്തെ സത്രത്തിലാക്കി വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിപ്പാനൊക്കെ വേണം ഇടയായി തീർന്നു. ദൈവമക്കളെ, നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യുവാന്നൊക്കെ വേണം. നമ്മൾ എന്ത് ചെയ്താലും ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ വേണം ചെയ്യാനായിട്ട്. നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതായത് തിരിച്ചെനിക്ക് ലഭിക്കാതെ വരുമ്പോൾ വേദനയും ഭാരവും പ്രയാസവും അനുഭവിപ്പാൻ തക്ക വേണം ഇടയായി തീരും. Many people saw the wounded man, many lofty people, many priests and Levites and people who had high positions in society saw the wounded man and did nothing, but the Samaritan took compassion on the man and helped him and reached the inn. So when we show compassion to people, then the Lord will take care of us. വിശുദ്ധ വേദപുസ്തകത്തിൽ വേറൊരു ഭാഗമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് രൂത്തിന്റെ ചരിത്രം. ആ രൂത്ത് നവോമിയെ സ്നേഹിക്കുന്നുണ്ട്, അല്ലേ? നിങ്ങൾക്ക് ആ സംഭവം അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒന്നും തിരിച്ചു അല്ലെങ്കിൽ തിരിച്ചു പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ എനിക്ക് ബോസിനെ ലഭിക്കും എന്ന് പറഞ്ഞാണോ രൂത്ത് സ്നേഹിച്ചത്? ആണോ? അല്ല. അവൾ അല്പം ആദരിച്ചപ്പോൾ, ആ മാതാവിനെ സ്നേഹിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾക്ക് ലഭിക്കാവുന്നതിലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാവി ദൈവം അവൾക്ക് വേണ്ടി കരുതുവാന്നൊക്കെ വേണം ഇടയായി തീർന്നു. ദൈവമക്കളെ, നമുക്ക് പലപ്പോഴും മനുഷ്യരോട് തോന്നുന്ന ഒരു സഹതാപം, ഒരു ആദരവ്, ഒരു എളിയവനെ നമ്മൾ ആദരിക്കപ്പെടുമ്പോൾ ശ്രദ്ധിച്ചോണേ, ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഓർത്തു. ഇന്നൊരു പക്ഷേ ഒന്നും ലഭിക്കത്തില്ലായിരിക്കാം, നാളെ ലഭിച്ചത് വരികയില്ല. എന്നാൽ നാളെ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തുവാനൊക്കെ വേണം ഇടയായി തീരും. നമ്മുടെ ദൈവം ഒന്നിനും കടക്കാരനല്ല എന്ന് നാം തിരിച്ചറിയണം. When we treat others with compassion and do not expect anything in return, much as Ruth did to her mother-in-law Naomi, then the Lord will step in and bless us and help us. Praise the Lord. നമുക്ക് തോന്നുന്ന കരുണ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടുവരുവാനൊക്കെ വേണം ഇടയായി തീരും. The mercy that we show to others will bring blessings of the Lord to us. Hallelujah. 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 ചേർന്ന് പറഞ്ഞേ hallelujah. Hallelujah. ഞാൻ പറയുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. I hope that you are all understanding what I'm saying. രണ്ടാമത്തെ ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, The second part of the psalm. എന്തുവാ രണ്ടാമത്തെ ഭാഗം? What was part 2? പറഞ്ഞേ. ആദ്യം പറഞ്ഞില്ലേ 3 പോയിന്റ്, അത് രണ്ടാമത്തെ ഭാഗം എന്തുവായിരുന്നു? കേൾക്കുന്നില്ല? What was part 2? വിശ്വസിച്ചവർ വിരോധികളാകുമ്പോൾ, അല്ലേ, അന്നേരം ഉണ്ടാകുന്ന ദുഃഖങ്ങളെ പറ്റിയാണ് രണ്ടാമത്തെ ഭാഗം പറയുന്നത്. The pain when people whom you considered friends betray you. വായിച്ചേ, 9-ാം വാക്യം വായിച്ചേ. Can we go to verse 9 please? ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നുന്നതിനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു. Even my own familiar friend in whom I trusted, who ate my bread, has lifted up his heel against me. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇവിടെ പറയുന്നത് 9-ാം വാക്യം, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ എന്ത് ചെയ്യുന്നു?
കുതികാൽ ഉയർത്തുന്നു. In verse 9, the psalmist says that even his familiar friend, whom he trusted completely, who even ate his bread, has lifted up his heel against him. ദാവീദ് പറയാനുള്ള കാരണം എന്താണ്? So, what is David referring to here? നമുക്കറിയാം ദാവീദിന് നല്ല സ്നേഹിതന്മാരുണ്ടായിരുന്നു. David had many friends, അതിൽ ഒരാളുടെ പേരാണ് അഹിത്തോഫേൽ. and one such friend was Ahithophel. കേട്ടിട്ടുണ്ടോ? Have you heard of him? അഹിത്തോഫേൽ Have you heard of Ahithophel? വളരെ അടുത്ത സ്നേഹിതനായിരുന്നു. He was a very close friend of David. ഒരു മന്ത്രി എന്നതിലുപരി, ഒരു മന്ത്രിയും രാജാവും എന്നതിലുപരി വളരെ അടുത്ത ബന്ധമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. They had a relationship exceeding a working relationship as a minister and king. നമുക്കറിയാം അബ്ശാലോം ഒരു സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ? ദാവീദിനെതിരായിട്ട്, ആരാ അബ്ശാലോം? മകൻ. ആർക്കെതിരായി നിന്നു? ദാവീദിനെതിരായിട്ട് എഴുന്നേറ്റപ്പോൾ അബ്ശാലോമിന് ആലോചന പറഞ്ഞു കൊടുത്ത് ദാവീദിനെതിരായിട്ട് ആര് നിന്നു? ഞാൻ പറഞ്ഞ വ്യക്തി ആരാ? അഹിത്തോഫേൽ നിൽക്കുവാനൊക്കെ വേണ്ട ഇടയായിട്ട്. When David's son Absalom rose up in rebellion against his father David, then Ahithophel, whom David considered his friend, was giving counsel to Absalom as to how to topple David. ഈ അഹിത്തോഫേല് ദാവീദിനെതിരാകാനുള്ള കാരണം, So what was the reason that Ahithophel turned against King David? വേദപണ്ഡിതാക്കൾ പലതും പറയുന്നുണ്ട്. There are many schools of thought among theologians. ചില തൻ്റെ റിലേഷൻ, അതായത് ദാവീദ് നമുക്കറിയാമല്ലോ, എന്താണ് അതന്നെ ആ ഒരു യുദ്ധത്തിന് മുമ്പിൽ നിർത്തി, അതിന്റെ പേരെന്തായിരുന്നു? ഹസ്ബൻഡിന്റെ പേര് ഊരിയാവിനെ ഫ്രണ്ട് നിർത്തി കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ട്. There is a passage in the Bible where David arranges the death of Uriah, who is the husband of Bathsheba. അപ്പോൾ ആ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് അവരുടെ റിലേഷൻ നമ്മൾ പഠിക്കുമ്പോൾ, അഹിത്തോഫേലിന്റെയും ഈ പറയുന്ന ഊരിയാമിന്റെയും തന്റെ ഭാര്യയുടെയും ഒക്കെ റിലേഷൻ പഠിക്കുന്ന സമയത്ത് വളരെ ക്ലോസ് റിലേറ്റീവ് ആയിരുന്നു ഇവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. We can find, as we explore deep into the family of Uriah and Bathsheba, we can see that Ahithophel was a close relative of theirs. ഇത് വേദപണ്ഡിതാക്കളുടെ അഭിപ്രായമാണ്. This is an opinion of അതിനെ അങ്ങനെ വിടുകയാണ്. This is an opinion of theologians, so take it for what it is. പക്ഷേ ഒരു കാര്യം വസ്തുതയാണ്, ദാവീദിന്റെ വളരെ ആത്മാർത്ഥ സ്നേഹിതനായ അഹിത്തോഫേൽ തന്റെ മകന്റെ കൂടെ ചേർന്ന്, അല്ലെങ്കിൽ ദാവീദിന്റെ മകനായ അബ്ശാലോമിനോട് കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നറിയാമോ? ദാവീദിനെതിരെ പടയൊരുക്കുകയും അതിന് വിരോധമായി നിൽക്കുകയും ചെയ്യുവാനിടയായി. But one thing is an absolute certainty, that Ahithophel stood against David in the rebellion of Absalom and tried to topple David in that rebellion. ശ്രദ്ധിക്കണമേ, അബ്ശാലോമിന്റെ അവസാനം നമുക്കറിയാം. എങ്ങനെയായിരുന്നു അബ്ശാലോമിന്റെ അവസാനം? So how did Absalom die? കരുവേലകത്തില് മുടി കുരുങ്ങി തൂങ്ങിക്കിടന്നു, കുന്തങ്ങൾ കൊണ്ടൊന്ന് കുത്തി, അനേക ഭടന്മാർ കൊണ്ടൊന്ന് വെട്ടി, അങ്ങനെയായിരുന്നു അബ്ശാലോം മരിച്ചത്. So Absalom, we all know the end of Absalom. He caught his hair in the terebinth tree, and as he was stuck there, he was thrust through with spears and was slashed by David's men. 2 ശമൂവേൽ പഠിക്കുന്ന സമയത്ത് അഹിത്തോഫേലിന്റെ അവസാനവും പറയുന്നുണ്ട്. And as we learn 2 Samuel, we also understand how Ahithophel met his end. നിങ്ങൾക്കറിയാമോ എങ്ങനെ അഹിത്തോഫേൽ മരിച്ചതെന്ന്? Do you know how Ahithophel died? കെട്ടിഞ്ഞാന്ന് ചത്തു എന്നാ പറയുന്നത്. He hanged himself. പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? Do you understand me? ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണേ, ദൈവത്തിന്റെ ദാസനായ ദാവീദിനെതിരെ പദ്ധതികളും ഒക്കെ ഒരുക്കിയപ്പോൾ അവർ വിചാരിച്ചത് ആർക്കെതിരെയാണ് അവർ പദ്ധതി ഒരുക്കുന്നത്? ദാവീദിനെതിരെ പദ്ധതി ഒരുക്കുക എന്ന് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അബ്ശാലോം ആകട്ടെ, അഹിത്തോഫേലാകട്ടെ, ഇവരൊക്കെ പദ്ധതി ഒരുക്കിയത് ആക്ച്വലി ആർക്കെതിരെ ആയിരുന്നു? ദൈവത്തിനെതിരെ ആയിരുന്നു. അവരുടെ അവസാനം വളരെ മോശമാകുവാനിടയായി. ശ്രദ്ധിച്ചോണേ, വേദപണ്ഡിതാക്കൾ പറയുന്നത് ദാവീദ് ക്രിസ്തുവിനും അഹിത്തോഫേല് യൂദയ്ക്കും നിഴലാണെന്നാണ് പറയുന്നത്. So as Ahithophel and Absalom plotted against King David, they thought they were plotting against King David, but they did not consider the fact that they were plotting against God himself. Many theologians comment that here David is a symbol of Christ, while Ahithophel is a symbol of Judas Iscariot. ശ്രദ്ധിച്ചോണം, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്നെ നേരെ തീരുന്നു, കുതികാൽ ഉയർത്തിയിരിക്കുന്നു. And this is why in verse 9 David says, even my own familiar friend in whom I trusted, who ate my bread, has lifted up his heel against me. Praise the Lord. അതിന് അടുത്ത വാക്യം പറയുകയാണ്,
ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് അതിനെ യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. അവർക്ക് പകരം. ശ്രദ്ധിച്ചോണേ, അവിടെ ശക്തിയല്ല വിഷയം. എന്നാലോചിച്ച് നോക്കിയേ, നമ്മളാണ് ആ സാഹചര്യത്തിലെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നേരെ നിൽക്കുന്നത് ഒരു ശത്രുവല്ല, പകരം നിൽക്കുന്നത് ആരാ? സ്വന്തം മകനാ, സ്വന്തം കൂട്ടുകാരനാണ്, പ്രാണനേക്കാൾ അധികമായി സ്നേഹിച്ച കൂട്ടുകാരനാണ്. ഇവർക്കെതിരെ ശക്തി മാത്രം പോരാ, ദൈവത്തിന്റെ ഒരു കൃപ കൂടെ വേണം. ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനൊക്കെ വേണം. Here, if we put ourselves in David's shoes, we can see that the people opposing him are his own son and his own trusted friend. So he cannot just rise up against them by himself. He needs the grace of God in this trying situation. ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവത്തിന്റെ ശക്തി വേണം. As he goes through the trials and tribulations, he needs the power of God. എല്ലാം നഷ്ടപ്പെട്ടു എന്ന ഒരു സ്ഥിതിയാണ് ദാവീദിന് ആ സമയത്ത്. Here, David is on the verge of losing everything that he has. അവിടെ ദാവീദിനുള്ളത് ദൈവത്തിലുള്ള പ്രത്യാശ മാത്രമാണ്. The only thing holding him up is the trust and faith he has in the Lord. നമുക്കറിയാം, യോബിന്റെ ജീവിതം നമുക്കറിയാം. യോബിന്റെ ജീവിതത്തില് തന്റെ മുമ്പിലുള്ളത് ദൈവത്തിലുള്ള പ്രത്യാശ മാത്രമേ ഉള്ളൂ. If we explore the life of Job, we can see that the only thing holding him up during his trials was the faith he had in God. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കുള്ളത് പലപ്പോഴും എന്താണെന്നറിയാമോ? ദൈവത്തിലുള്ള പ്രത്യാശ മാത്രമാണ്, വേറെ ഒന്നും നമുക്കില്ല. So as you gathered here for worship, you might be in a situation where the only thing holding you up is the trust and faith you have in the Lord. ഒന്നിനു പിറകെ ഒന്നായി സകലവും അവസാനിക്കുമ്പോഴും അവസാന നിമിഷം വരെ നമുക്കുള്ളത് എന്താണ്? ദൈവത്തിലുള്ള പ്രത്യാശയാണ്. Even as your world is crashing around you, the only thing holding you up is the faith and hope you have in the Lord. ആ പ്രത്യാശയെ നമ്മുടെ ദൈവം മാനിക്കുവാനൊക്കെ വേണം ഇടയായി. But the Lord will honor your faith and hope. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയട്ടെ, നിന്നിലുള്ള പ്രത്യാശ അടുത്തു പോകാതെ, നമുക്കറിയാമല്ലോ അവസാനം എന്താണ് കെട്ടു പോകുന്ന അവസാനമുള്ള ആ ഒരു ഇതാണ് തിരിയുണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു തീയുടെ തിരി. അത് ഊതി നമ്മൾ പലപ്പോഴും എന്താണെന്നറിയാം, നമുക്ക് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ അടുപ്പുണ്ടായിരുന്നല്ലോ, മറ്റേ വിറകിന്റെ അടുപ്പ്. അതിലേക്ക് നമ്മൾ ചെറിയ ഒരു തീ കത്തിച്ചിട്ട് അതിലേക്ക് ഊതി ആ തീ വലുതാക്കുന്നത് പോലെ നിന്നിലുള്ളതായ ചെറിയ പ്രത്യാശ അത് നഷ്ടപ്പെടുത്താതെ ഈ ദിവസങ്ങളിൽ അടിയുറച്ച വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പതുക്കെ അതിനെ വർദ്ധിപ്പിച്ച് നിന്നെ ആ വിഷയത്തിന്റെ മേൽ ജയിക്കുവാൻ, ആ നിന്നിലുള്ള പ്രത്യാശയെ ആളിക്കത്തിക്കുവാൻ നമ്മുടെ ദൈവം ഇടയാക്കുവാനൊക്കെ വേണം ഇടയായി തീരും. Even as you're fanning the flames of the last embers of your hope, if you put your faith in the Lord, if you put your hope in the Lord, then His Spirit will fan the flames and turn you into a victorious man as you pass through the trials. ഈ യോബിന്റെ അവസാന സമയം നാം പഠിക്കുന്ന സമയത്ത് എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ, എന്തെല്ലാം ഇല്ലാതായോ, അതിന്റെ മേലൊക്കെ ദൈവം വിജയം കൊടുക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. As you study the biography of Job, you will see that whatever he had lost, wherever he thought he had been defeated, the Lord gave him double for the trouble. എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും അതിന്റെ മേൽ ദൈവം നിനക്ക് വിജയം തരുവാനൊക്കെ വേണം ഇടയായി തീരും. Whatever you lose in life, then the Lord will give you victory over it. ഇരുണ്ട സാഹചര്യങ്ങളിലും പ്രതികൂല നിമിഷങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടി ഇരിക്കുവാനൊക്കെ വേണം ഇടയാകും. The presence of the Lord will be with you even in the darkest of circumstances. നമ്മൾ മുമ്പ് പഠിച്ച ജോസഫിന്റെ ജീവിതം, ആ ജോസഫിന്റെ ജീവിതത്തിൽ തടവറയിലായിരുന്നപ്പോൾ, ജീവിതം മൊത്തം ഇരുട്ടായിരുന്നപ്പോഴും അല്പം വെളിച്ചത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ഊതി ആളി കത്തിച്ചു. എന്നാൽ പിന്നത്തേതിൽ ദൈവവനെ മാനിക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. As Joseph was in the darkness of the dungeons, he fanned the flames of hope inside him through his faith in the Lord, and the Lord led him to victory. നമുക്ക് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്ന ഒരു ഏലിയാവിനെ നമുക്കറിയാം. We can see an Elijah who was sitting beside a tree in despair. താൻ വളരെ ക്ഷീണിതനായിരുന്നു. അവിടെ He was in complete sorrow and despair. വളരെ നിരാശനായിരുന്നു. He was in a deep depression. ഹല്ലേലൂയ. എല്ലാം അവസാനിച്ചു എന്ന് അദ്ദേഹം പറയുവാനൊക്കെ വേണം ഇടയായി. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവരല്ല, എന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചിടത്ത്, where he thought his ministry had ended, where he thought he was no better than his fathers, ദൈവം അവന് ആഹാരവും വെള്ളവും നൽകി അവനെ ബലപ്പെടുത്തുവാനൊക്കെ വേണം ഇടയായി തീർന്നു. God gave him food and water and strengthened and sustained him. ദൈവമക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നീ അവസാനിച്ചെന്ന് പറയുന്നിടത്ത് ദൈവം ആരംഭിക്കുവാനൊക്കെ വേണം ഇടയാകും. Here, as you are gathered here to worship the Lord, where you think you are ending, the Lord will give you a new beginning. ഈ ശുശ്രൂഷയിൽ നീ ക്ഷീണിച്ചെന്ന് പറയുന്നെങ്കിൽ ആ ക്ഷീണത്തെ തന്നെ ദൈവം മാറ്റുവാനൊക്കെ വേണം ഇടയാകും. If you think you are exhausted in the presence of the Lord, then the Lord will give you strength. നീ മടുത്തെന്ന് പറയുമ്പോൾ ആ മടുത്തെന്ന് പറയുന്നിടത്ത് നിന്ന് ദൈവം പണിയുവാനൊക്കെ വേണം ഇടയാകും. When you say you are in despair, then the Lord will sustain you and build you up. ഹല്ലേലൂയ. ദൈവം നിന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല, ആരംഭിക്കുവാൻ വേണ്ടിയാണ് വിളിച്ചത്. The Lord
has not brought you here for an ending, but rather brought you here for a glorious beginning. ഹല്ലേലൂയ. ഇനി ഇൻ കേസ് ദൈവം പരീക്ഷ മാറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട. Even if the Lord does not take away your trials, do not despair. പൗലോസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നേ? There's something the Lord tells Apostle Paul. എന്റെ കൃപ മുള്ളു മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് മുള്ളു മാറിയില്ല. പക്ഷെ എന്താണ് അവിടെ പൗലോസിനോട് പറയുക, എന്റെ കൃപ നിനക്ക് മതി. ദൈവമേ, ഒന്നിനെ ഭാരം എന്ത് ചെയ്യുക, എടുത്തു മാറ്റുക, അല്ലെങ്കിൽ സഹിക്കാനുള്ളതായ ദൈവത്തിന്റെ കൃപ എന്റെ മേൽ പകരണമെന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാട്ടെ. As Paul prayed to the Lord to remove the thorn that he had in his flesh, the Lord replied, my grace is sufficient for you. And that is how Apostle Paul was sustained. അതിന്റെ അവസാന ഭാഗം എന്താ? മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു. എന്താ മൂന്നാമത്തെ പോയിന്റ്? So what was the third point that we mentioned earlier? ആദ്യം പറഞ്ഞതിലെ മൂന്നാമത്തെ പോയിന്റ്, ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. So what happens? What is the happiness that you receive when the Lord raises you up? ഹല്ലേലൂയ. 12ാമത്തെ വാക്യം 13ാമത്തെ വാക്യം വായിച്ചാട്ടെ. Can we go to verses 12 and 13, please? നീ എന്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു, നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിന്റെ 11 ചേർന്ന് വായിക്കണം. എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അടുത്തത്, നീ എൻ്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു, നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായി. എന്തെല്ലാം പ്രതികൂലത്തിലൂടെ ദൈവദാസൻ കടന്നുപോയി. അപ്പോഴും പറയുകയാണ്, എന്റെ ശത്രു എന്നെ പറ്റി എന്ത് ചെയ്തില്ല, എന്നെ ചൊല്ലി എന്ത് ചെയ്തില്ല, ജയഘോഷം കൊണ്ടില്ല. സ്വത്രം പറഞ്ഞാട്ട് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. Here King David says triumphantly that even as he went through these trials and tribulations, his enemy has not triumphed over him. അവരെല്ലാം പദ്ധതി ഒരുക്കി, അവരെല്ലാം ടെക്നിക്ക് ഉപയോഗിച്ചു, അവരെല്ലാം പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ചു. പക്ഷേ അവരുടെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു പോയില്ല. David's enemies used crafty conspiracies and plots against him, but even in front of them he was not defeated. അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? So what does David understand from this? 11ാമത്തെ വാക്യം എന്താ പറയുന്നത്? ദൈവത്തിന് എന്നിൽ പ്രസാദമായി ഞാൻ അറിയുന്നു. ആമേൻ. By this I know that you are well pleased with me. അടുത്ത വാക്യം പറയുക, നീ എന്റെ, ശ്രദ്ധിച്ചോണേ, നിഷ്കളങ്കത്വം. വളരെ ശ്രദ്ധിച്ചോ. ആ ലൈൻ വേണമെങ്കിൽ ആ ഒരു വാക്കിന് വേണ്ടി അണ്ടർലൈൻ ചെയ്തു. ശ്രദ്ധിച്ചോ. എൻ്റെ വിശ്വാസം കണ്ടെന്നോ എൻ്റെ പ്രത്യാശ കണ്ടോ ഒന്നുമല്ല എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിളായൊരു വേർഡാണ്. എൻ്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു. As for me, you uphold me in my integrity. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വളരെ മുമ്പ് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിളായ വാക്യമാണ് ഈ 41ാമത്തെ വാക്യം. ആദ്യമേ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? എളിയവനെ ആദരിക്കണം, അല്ലേ? എത്ര സിമ്പിളായ കാര്യമാണ്. എന്നാൽ 12ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുക, നീ എൻ്റെ നിഷ്കളങ്കത്വം. ശ്രദ്ധിച്ചോണം, നിഷ്കളങ്കത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പല ടെക്നിക്കുകളും പല കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന് ആവശ്യം നമ്മുടെ ടെക്നിക്കുകളോ കുതന്ത്രങ്ങളോ തന്ത്രങ്ങളോ അല്ല, പകരം എന്താണ്? നിഷ്കളങ്കതയാണ്. വേദപുസ്തകത്തിലുള്ളതായ, വചനത്തിലുള്ളതായ, വിശ്വാസ ജീവിതത്തിലുള്ളതായ നിഷ്കളങ്കത നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മെ മാനിക്കുവാൻ ഒക്കെ വേണ്ടമിടയായി തീരും. As you move forward in your Christian life, you might see many people using plots and craftiness, but verse 12 tells you that if you walk in your integrity, then the Lord will bless you. Praise the Lord. നമ്മൾ എന്ത് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ചാലും അതല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ താഴെ നാളെ അത് താറുമാറാകും. എന്നാൽ നിഷ്കളങ്കതയോടെ നിന്നാൽ ദൈവം നിന്നെ മാനിക്കും. If you walk in your craftiness and chicanery, then it will all be destroyed one day. But if you stand in your integrity, then the Lord will sustain you and He will honor you. നിന്റെ വിശ്വാസ ജീവിതത്തിൽ, നീ ജോലി ചെയ്യുന്നിടത്ത്, നിന്റെ കുടുംബ ജീവിതത്തിൽ എല്ലാം നിഷ്കളങ്കത ദിവസങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം നിന്നെ മാനിക്കുവാൻ ഒക്കെ വേണ്ടമിടയായി. Let integrity prevail wherever you are in your Christian walk, in your family life, where you work, and then the Lord will honor you. ഞാൻ എൻ്റെ സീനിയറിനോട് പ്രാവശ്യം ചോദിച്ചു, നീ എന്നെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സകലരെ പറ്റിയും എല്ലാം അറിയാം. നമ്മുടെ എല്ലാവരുടെ വിചാരിച്ചു സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്ക് നമ്മളെ പറ്റി ഒന്നും അറിയത്തില്ലെന്നാ. എന്നാൽ നമ്മുടെ അതുപോലെ തന്നെയാണ് ദൈവം. നമ്മൾ പലപ്പോഴും ദൈവം സൈലന്റ് ആയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വിചാരം, നമ്മുടെ പ്രവർത്തികളോ നമ്മുടെ ഡീഡ്സോ നമ്മുടെ ചിന്തകളോ ആ ദൈവത്തിന് അറിയത്തില്ലെന്നാണ്. എന്നാൽ ദൈവം സൈലന്റ് ആയിരുന്നാലും നമ്മുടെ സകല കാര്യങ്ങളെയും അറിയുന്ന ദൈവമാണ് എന്ന് നാം തിരിച്ചറിയണം. We must understand that our Lord is observing us all the time and knows everything about everything
concerning us. നിഷ്കളങ്കതയോടെ നിന്നാൽ ദൈവം നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയാകും. So what you think has not been visible is extremely visible to the Lord. So if you stand in your integrity, then the Lord will honor you. അടുത്ത പറ, നീ നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നത് ഒരു സ്ഥലത്താണ്, അവിടെ വേറെ ആരുമില്ല. ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ നിൽക്കുന്നത് ഇന്ന് നമ്മൾ പല ഫിസിക്കലായി നോക്കുമ്പോൾ ചർച്ചിനകത്താണെങ്കിലും നമ്മൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന് മുമ്പിലാണ് തിരിച്ചറിയുക. In the next line we read, and set me before your face forever. We might be in a physical place such as a church now, but in actual fact we are standing in the presence of the Lord. അവസാന വാക്യം പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ. And in the last line we read, blessed be the Lord God of Israel from everlasting to everlasting. Amen and amen. ഹല്ലേലൂയ. നമ്മൾ 3 കാര്യമാണ് ചിന്തിച്ചത്. വേഗത്തിൽ പറഞ്ഞാട്ടെ എന്തെല്ലാം 3 കാര്യങ്ങളെന്ന്. So what are the 3 points that we discussed? എന്തായിരുന്നു ഒന്നാമത്തെ കാര്യം? What is the first one? എളിയവനെ ആദരിക്കുന്നവന് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. 2, Blessed is he who considers the poor. രണ്ടാമത്തേത്, വിശ്വസിച്ചവർ വിരോധികളാകുമ്പോൾ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയാണ് രണ്ടാമത് ചിന്തിച്ചത്. We are filled with sorrow when our friends betray us. മൂന്നാമത്തേത്, What's the third point? ദൈവം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരും. As the Lord raises up, our hearts are filled with joy. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. Can we close our eyes in prayer? പരിശുദ്ധ പിതാവേ, ഒരു ആവശ്യം കൂടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. Father God, once again we submit ourselves to you. കർത്താവിന്റെ വചനം ഞങ്ങൾ കേൾക്കുവാനിടയായി. Lord, we've heard from your scriptures. കർത്താവിന്റെ വചനം എത്ര സിമ്പിൾ ആണ്. Lord, this is a simple psalm. ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വചനം തരുന്നത് പോലെ ഞങ്ങളുടെ വായിലേക്ക് കർത്താവേ വചനം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. Lord, thank you for giving us the scripture as you give feed a small baby. ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണം കർത്താവേ. Lord, open our understanding. ഹൃദയങ്ങളെ തുറക്കണമേ. Open our hearts. കർത്താവേ, അവിടുത്തെ ഞങ്ങളോട് വീണ്ടും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. Lord, I pray that you speak to us once again. കർത്താവേ, മറ്റുള്ളവരെ ആദരിക്കുവാൻ ദൈവം ഞങ്ങൾ ഇടയാക്കണമേ. Help us to consider and honor other people. കർത്താവേ, വിശ്വസിച്ചവർ മുഖാന്തരം ഞങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം ഞങ്ങളുടെ മുമ്പിലുണ്ട്. Lord, we have been subjected to many troubles by so-called believers. അതെല്ലാം ഞങ്ങൾ ദൈവത്തിന് മുമ്പിൽ വെക്കുകയാണ്. We submit everything to the Lord. ഈ ദിവസങ്ങളിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. Lord, give us the joy that only you can give us when you raise us up. എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. Let all trials and tribulations be removed. എല്ലാ ദുഃഖങ്ങളും മാറട്ടെ. Let all sorrow be ഈ removed. വചനം കേട്ടവരുടെ മേൽ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. Let those who've heard from this scripture have divine healing over them. ഹൃദയത്തിന്റെ അകത്ത് വേദന കൊണ്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നവർക്ക് വേണ്ടി വെളിപ്പെടുവാനൊക്കെ ഇടയാകട്ടെ. Let those who have pain in their hearts, let them have a healing. വാക്കുകൾ കൊണ്ടുള്ള മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. Let wounded hearts because of wounding words be removed today. വചനത്താലുള്ളതായ രോഗസൗഖ്യം ഇന്ന് ഈ പകൽക്കാലം വ്യാപരിക്കട്ടെ. Let divine healing through scriptures come to them today. ഈ ജനത്തെ ദൈവജനത്താൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. I bless them with the scripture that you've given സഭയെ me. ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. I bless the church. അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. I thank you for blessing them. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus' name I pray. ആമേൻ. Thank you so much.